ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ആവശ്യമില്ല. സഹധർമ്മിണിയെ ഞാൻ ഭാര്യ എന്നുള്ള എക്സ്പ്രഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകം ദൈവത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. ABC മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു അതിമനോഹരമായ ഒരു ഇൻ്റർവ്യൂവിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. ഗോപാലകൃഷ്ണൻ സാർ, ABC മലയാളത്തിലോട്ട് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു സാർ? സുഖമാണ്. Never feel better, that is the correct expression. സാറേ, വരാപ്പുഴ സ്വദേശി, അതെ, ജനനം ഇവിടെ തന്നെ? വരാപ്പുഴ മണ്ണന്തിരുത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. അത് നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ടൊരു കാറിൽ കവർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ചെറുപ്പകാലഘട്ടം എങ്ങനെയായിരുന്നു? ഞാൻ വളരെ ദരിദ്രമായ ഒരു സ്ഥലത്താണ് ജനിച്ചത്. ഞാൻ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളല്ല. 1942 ആക്ച്വലി. ഓക്കെ. അന്ന് ഡേറ്റ് ഓഫ് ബർത്ത് റെക്കോർഡ് ചെയ്യുന്നത് മലയാളത്തിലാണ്. 1118 വൃശ്ചികം 4-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ആണ് ഇംഗ്ലീഷിലാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് റെക്കോർഡ് ചെയ്യണമെന്നുള്ള നിയമം വന്നത്. അതുകൊണ്ടാണ് എൻ്റെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ 33 കലണ്ടർ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ജവഹർലാൽ നെഹ്റു വിചാരിച്ച് എന്ത് ചെയ്യണം, വേഗം തന്നെ ഒരു കമ്മീഷൻ വെച്ച് അതിനുശേഷം നിയമം ഉണ്ടാക്കിയാണ്. ഡേറ്റ് ഓഫ് ബർത്തും മരണവും ജനനവും ഇംഗ്ലീഷിലും ബാക്കിയെല്ലാം അതാത് ഭാഷകളിലെ ദേശങ്ങളിലെ സംസ്കാരങ്ങളുടെ കലണ്ടർ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഈ കേരളത്തിന് പുറത്ത് പോകാത്തിരുന്ന പല ആളുകളുടെയും ഈ ജനന തീയതി ഇപ്പോഴും മലയാളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. എൻ്റെ സഹോദരി ഒരു 18 കൊല്ലത്തിന് മുമ്പാണ് ഇന്ത്യക്ക് പുറത്തു പോയത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ജനന തീയതി മലയാളത്തിന് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞ് ഇത് സ്വീകാര്യമല്ല. ഇത് ചരിത്രപരമായ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയാണ്? വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ ഒരു ലോക്കൽ സ്കൂളിലാണ് പോയത്, പ്രൈമറി സ്കൂളിൽ. അവിടെ ഭൂരിപക്ഷം ആളുകളും വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്. അപ്പോൾ ഞാനൊക്കെ നല്ല ഷർട്ടും നിക്കറും ഒക്കെ ഇട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ അപകർഷതാബോധം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വളരെ വിഭിന്നനാണെന്ന് കാണിക്കുന്നതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് സ്കൂളിൽ ഫുഡ് കൊടുക്കും, എനിക്കൊന്നും ഫുഡ് തരികയില്ല. അങ്ങനെ വളരെ നിർബന്ധമായിരുന്നു. കുടുംബികളെന്ന് പറഞ്ഞ ഒരാളുകളാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആ പ്രദേശത്ത്. അപ്പോൾ അവർ ഒരു വിഭിന്നമായ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്, അത്രേ ഉള്ളൂ. അതാണ് ആ കാര്യത്തിനകത്ത്. പിന്നെ അതിനുശേഷം ഞാൻ മിഡിൽ സ്കൂളൊന്നും അവിടെ ഇല്ല. അടുത്ത 2 കരയിൽ പോയി ഞാൻ മലയാളമൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചു. ഞങ്ങളന്ന് സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് SSLC ആണ്, അതൊക്കെ പാസ്സായി. അപ്പോൾ വീട്ടിൽ ഞാൻ കണ്ടത് ഒരു മംഗളപത്രമുണ്ട്. ഈ മംഗളപത്രത്തിൽ അതൊരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എൻ്റെ പിതാവിന് സമ്മാനിച്ചതാണ്. അതിനകത്തൊരു വാചകം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്ത്. അനാഥന് അപ്പക്കഷ്ണം കൊടുക്കാത്തതും വിധവയുടെ കണ്ണീരുടയ്ക്കാൻ പറ്റാത്തതുമായ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ആവശ്യമില്ല. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞിരിക്കുന്ന സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ ഞാൻ കണ്ട ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് പിന്നീട് ഞാൻ വർഷങ്ങളെടുത്തത് ഇംഗ്ലീഷിലത് വായിക്കാനായിട്ട്. യെസ്, ഇത് ഇംഗ്ലീഷിൽ ഇപ്പോൾ അവൈലബിളാണ്. ആർക്കെങ്കിലും ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പുസ്തകം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാരണം
ഇന്നത്തെ നമ്മുടെ സ്ഥിതിയിൽ വിവേകാനന്ദൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായിട്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്ത് എൻ്റെ കളക്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടെയായിരുന്നു സാറിൻ്റെ പഠനം? ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കോളേജിൽ പോയത് എൻ്റെ സഹോദരി, പിന്നെ ഞാൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ജനറേഷൻ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ്. എൻ്റെ ഫാദർ 10th സ്റ്റാൻഡേർഡ് വരെ സെൻറ് എന്തായിരുന്നു ജോലി? ഫാദർ അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് കൃഷിഭൂമിയും ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട്. ഈ ഏക മകനായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ. അപ്പോൾ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ജോലി എന്നൊരു ആവശ്യത്തെക്കുറിച്ച് വന്നിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പിന്നെ ആ കാലഘട്ടത്തിലെ ആളുടെ പോലെ ഫസ്റ്റ് ആയിട്ട് ഖദർ കേരളത്തിൽ കൊടുത്ത ആദ്യത്തെ മനുഷ്യനൊരാളായിരിക്കും. സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിയിലൊക്കെ അന്നത്തെ ആ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് വീട്ടിലൊരു ജനറേഷൻ ഗ്യാപ്പും ഒരു സംഘർഷമൊക്കെ വളരെ സ്വാഭാവികമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഏക മകൻ, അവൻ ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ച് വലിയ ആളാവണമെന്നുള്ളതാണ്. അതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി അത് അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉണ്ട്. അത് പിന്നെ അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ അതിന് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞ ടെവസ്റ്റോക്ക് സ്കൂൾ ഓഫ് സൈക്യാട്രി എന്നും പറഞ്ഞിട്ടുണ്ട്. R.D. ലെയിങ് ആൻഡ് ഡേവിഡ് കൂപ്പറൊക്കെ. കുടുംബം എന്ന് പറയുന്നത് ഒരു വയലൻ്റ് എൻറ്റിറ്റിയാണെന്നുള്ള ധാരണയൊക്കെ അന്നുണ്ടായിരുന്നു. അത് എന്നെ സ്വാധീനിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1, 2 വിവേകാനന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റെല്ലാം പിന്നീടുള്ള ജീവിതത്തിന് അത് എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഒരിക്കൽ പോലും അമ്പലത്തിലോ പോകാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം. ഈ അനാഥൻ ഇപ്പോഴും ഉണ്ട്, വിധവ ഇപ്പോഴും ഉണ്ട്, അപകർഷം കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ദൈവം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് അല്ലാതായി മാറിയിരിക്കുകയാണ്. പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകം ദൈവത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ സ്വാഭാവികമാണ്. നമുക്ക് കാണാം. നിങ്ങൾ അതിനു വേണ്ടി അന്വേഷിച്ച് എവിടെ പോകണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചുറ്റും അയൽവക്കത്തുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരിക്കൽ പോലും അമ്പലത്തിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ അമ്പലത്തിന് വലിയ സംഭാവന നൽകിയ ആളാണ്. സ്ഥലം അത് ഞാൻ സംഭാവന ചെയ്തതാണ്. അപ്പോൾ അത് മനുഷ്യന് ഇരുട്ടിലിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പൊരുതുക എന്നുള്ള ആ അർത്ഥത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അമ്പലങ്ങളിൽ പോകാൻ തുടങ്ങിയത് 2004 ഞാൻ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗൈഡായപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അമ്പലത്തിൽ കയറുകയും അമ്പലം എന്താണെന്ന് പഠിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള പുസ്തകങ്ങളൊക്കെ ഇന്ത്യക്ക് അകത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെ ഉണ്ട്. അത് ഞാൻ വാങ്ങി വായിച്ച് പഠിച്ചു. അപ്പോൾ മാരസ് കോളേജിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ പിന്നെ പോയത് ബോംബെയിലാണ്. മാരസ് കോളേജിൽ എന്തായിരുന്നു? ഞാൻ ഹിസ്റ്ററി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് 3 സബ്ജക്റ്റും പഠിച്ചു. അപ്പോൾ ഞാനൊരു നല്ല സ്റ്റുഡൻറ്റും ആയിരുന്നല്ലോ. പക്ഷേ എനിക്ക് മാരാസിൽ ഞാൻ ചേരാനുള്ള കാരണം ഞാൻ കുറച്ച് വിഭിന്നമായി ചിന്തിക്കുന്നതുകൊണ്ട് എന്നെ സ്കൂളിൽ ഒരു പ്രാവശ്യം എക്സ്പെൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളത് കൊണ്ട് ഞാൻ ഒരൊറ്റ കോളേജിൽ അപ്ലൈ ചെയ്തിട്ടില്ല അന്ന് മാത്രം. ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഞാൻ പോകുക. വിഭിന്നമായ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വിവേകാനന്ദൻ്റെ കാര്യം പറഞ്ഞത് തന്നെയാണ്. പിന്നെ വീടൊരു വയലന്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നണത്. ദാറ്റ് ഈസ് അതൊരു ഷെൽട്ടറായിട്ടല്ല എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുടുംബം എന്നുള്ളത് എൻ്റെ കോൺസെപ്റ്റ് വളരെ വ്യത്യാസമുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ഷെൽട്ടർ എന്താണെന്നാണ് സാർ പറയുന്നത്? അപ്പോൾ ഷെൽട്ടറിനെ കുറിച്ച് അത് വളരെ വ്യത്യസ്തമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് കുറേയും കൂടി ടോളറൻറ്റും നമുക്ക് അന്യോന്യം മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ വിവാഹ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് എൻ്റെ സഹധർമ്മിണിയെ ഞാൻ ഭാര്യ എന്നുള്ള എക്സ്പ്രഷൻ ഒരു ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ അഷൈൻഡ്. ഞാൻ അവരെന്നെ ഭരിക്കുന്നല്ല, ഞാൻ അവരെ ഭരിക്കുന്നുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്നാണ്.
അതുകൊണ്ടാണ് അതെ, അതെ. ഐ നെവർ യൂസ് ദ വേർഡ്. ഞാൻ അവരെ ഭരിക്കാൻ പോകുന്നില്ല, അവരെന്നെയും ഭരിക്കുന്നില്ല. അങ്ങനെ ഭരിക്കാന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് പണ്ടേ പിരിഞ്ഞു പോയായിരുന്നു. 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ചെന്ന് തോന്നുന്നു. യെസ്, അറൗണ്ട് 50 years we lived together. ഐ എം നോട്ട് ഷുവർ. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് കല്യാണം കഴിച്ച ഡേറ്റിന്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വെൻ ഷീ റിമൈൻഡ്സ്, യെസ് ഐ റിമെമ്പർ ദാറ്റ്. ഓക്കെ. പിന്നീട് മരാസ് കോളേജിൽ നിന്ന് ഞാൻ ബോംബെയിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ സെൻറ്റ് സേവിയേഴ്സ് ആൻഡ് എലിഫൻസ്റ്റൺ ആൻഡ് ഭാരതീയ വിദ്യാഭവൻ പി ജി ഒക്കെ ചെയ്ത്. 2 PG ചെയ്ത്. ഏതിലെല്ലാം? ചരിത്രത്തിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. മോഡേൺ യൂറോപ്യൻ ഹിസ്റ്ററി ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. പിന്നെ ഞാൻ സോഷ്യോളജിയാണ്. അപ്പോൾ എലിഫൻസ്റ്റനും സെൻറ്റ് സേവിയേഴ്സും ആക്ച്വലി ആ ബിൽഡിംഗ് മുഴുവൻ ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിൻ്റെ കോളേജ് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവർ. ഭാരതീയ വിദ്യാഭവൻ അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നിങ്ങൾ അത് ബോംബെയുടെ ഹാർട്ടിലാണ് എലിഫൻസ്റ്റൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സെൻറ്റ് സേവിയേഴ്സ്. അത് ഒന്ന് ഓക്സ്ഫോർഡിലെ ഒരു കോളേജും മറ്റേത് കേംബ്രിഡ്ജിൻ്റെ ഒരു കോളേജ് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1856-57 അത് ബിൽറ്റ് ചെയ്തിരിക്കുന്ന വിത്ത് ഗോത്തിക് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എങ്ങനെയൊക്കെ വെച്ചാൽ ഒരു ചെറിയൊരു ടൗണിനകത്ത് ഒരു 20-22 കോളേജുണ്ട്. ഐ ഡോണ്ട് നോ ദ നമ്പർ. ആ കോളേജസിനകത്ത് അതായിരിക്കും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് യൂണിവേഴ്സിറ്റി ക്ലാസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു കോളേജിൽ ഒരു പ്രൊഫസർ നിങ്ങളുടെ ഗൈഡായിട്ട് വേണം. അപ്പോൾ അത് ഡിഗ്രി ബൈ പേപ്പറും ബൈ തീസിസ്. നിങ്ങൾക്ക് 2 തരത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാം. സോ യു ഹാവ് ടു സേ പേപ്പർ വേണോ തീസിസ് വേണോ, അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് യാത്ര സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ട്രെയിനിന് മാത്രമല്ല ഫ്ലൈറ്റും ഒക്കെ ചെയ്യാം. ഒന്ന്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള സ്കീം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1970 വരെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ എന്നും പറഞ്ഞ ഒന്നായിരുന്നു നമ്മുടെ ആവശ്യം. വൈകാരിക ഐക്യവും പിന്നെ ദേശീയ ഐക്യവും. അപ്പോൾ അതിനൊരു കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർ സമ്പൂർണ്ണാനന്ദൻ്റെ മുഖത്തിനകത്തൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ കുറേ കൂടി ബുദ്ധിയുള്ള ആളുകളാണെന്ന് വന്നത്. അതിൻ്റെ കാരണം മഹാരാഷ്ട്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് അന്ന് ഫീസ് വളരെ വ്യത്യാസമുണ്ട്. ഞങ്ങളതിൻ്റെ 12 രൂപ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് കോളേജിൽ 36 രൂപ 40 രൂപ ഇട്ട് കൊടുക്കണം ഒരു മാസം. അപ്പോൾ വലിയ ഫീസ് ഡിഫറൻസ് ഉള്ളത് കാരണം ഈ മഹാരാഷ്ട്രയിൽ വരുന്നത് ബ്രൈറ്റസ്റ്റ് ആളുകൾക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് മാർക്ക് കുറഞ്ഞ ആളുകൾ പോകുന്ന സ്ഥലങ്ങളായിരുന്നു ഈ സെൻറ്റ് ആൽബർട്ട്സും ആ കാലഘട്ടത്തിൽ. പിന്നീടാണ് ഏക്കാനിയുടെ കാലത്ത് ഫീസ് ഏകീകരിച്ച് ശമ്പളം ഗവൺമെൻറ് കൊടുക്കാൻ തുടങ്ങി. അതുകൂടി മഹാരാജാസ് ഗോൺ. കാരണം അതിനേക്കാൾ ബെറ്റർ പ്ലേസസ് വന്നു. അതാണ് അതിൻ്റെ ചരിത്രമായ കാര്യം. അപ്പോൾ മഹാരാജ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പോരുന്നത് വരെ ഇംഗ്ലീഷിലായിരുന്നു അവിടെ എല്ലാവരും പ്രസംഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ കാലത്തിലാണ് ആദ്യമായിട്ട് ഒരു പിന്നെ കേന്ദ്രമന്ത്രിയായി മലയാളത്തിൽ പ്രസംഗിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ. അതിനു മുമ്പ് മഹാരാജ് കോളേജ് എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു IPS ഒരു IASകാരന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളേജായിരുന്നു എന്ന് ആലോചിക്കണം. ഇറ്റ് വാസ് ടോപ്പ് ഇൻ എവറിത്തിങ്. പിന്നീടാണ് അതിൻ്റെ പതനം തുടങ്ങിയത്. അത് ഞാൻ ഇറങ്ങുന്ന ആ ഇയർ മുതൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ബോംബെയിൽ പഠിക്കുമ്പോഴേക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ക്ലാസ് 6 മുതൽ വൈകിട്ട് 6 മുതൽ 6:45 വരെയാണ്. നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ മഹാരാഷ്ട്ര വളരെ പിന്നൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. നിങ്ങളവിടെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചക്ക് നിങ്ങൾക്ക് കോൾ ലെറ്റർ കിട്ടും, പണിയും കിട്ടും. അപ്പം അങ്ങനെ ഞാനൊരു 3 മാസമൊക്കെ പണി ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിർത്തും. എനിക്ക് ആവശ്യത്തിന് പൈസയല്ല. പിന്നെ എൻ്റെ പിതാവ് എനിക്ക് എല്ലാ മാസവും
പോക്കറ്റ് മണിയായിട്ട് സെൻഡ് ചെയ്യും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ട്, അത് ബോംബെ ബ്രാഞ്ചിൽ പൈസ ഇട്ടിരിക്കും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് യാത്ര ചെയ്യാനായിട്ടുള്ള ഐഡിയ ഒന്നും എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എസ്.കെ. പൊറ്റക്കാടിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു. അന്ന് വരെ പ്രസിദ്ധീകരിച്ചതിന്. സാർ ഈ യാത്രയ്ക്ക് മുൻപ് സാറ് ഈ കാലഘട്ടത്തിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തിരുന്നു? ഇല്ലില്ല, ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. അതെ, ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ യാത്രയാണോ ഈ? അത് യാത്ര ബോംബെ ആദ്യത്തെ യാത്രയാണ്. അതെൻ്റെ സ്റ്റുഡൻറ് ഡേ ആണ്. അതിനുശേഷം ഞാൻ ഡൽഹിയിലേക്ക് പോകും, ഞാൻ ആഗ്രയിൽ പോയി, ഞാൻ അമൃത്സറിൽ പോയിട്ട് ഗോൾഡൻ ടെമ്പിൾ കണ്ട്. അന്ന് എനിക്കിപ്പോൾ ഓർമ്മ കറക്റ്റായിട്ടില്ല അതെങ്ങനെ ഇരിക്കുമെന്നാണ്. ഞാൻ ഇൻഫാക്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ടെമ്പറേച്ചർ 3 ലെവലായിക്കുമ്പോൾ ഞാൻ ഗോൾഡൻ ടെമ്പിൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഒരുമിച്ച് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളിപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ ഫൈനലൈസ് ചെയ്യും. പിന്നെ ആ സമയത്ത് ഒത്തിരി യാത്രകൾ ആ സമയത്ത് ചെയ്യും. യാത്രകൾ ഞാൻ പൂനെ പോകും, നല്ല അവിടെ കാട്ടിലൊക്കെ പോയിട്ട് വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ പോയിട്ട് ഞാൻ ഒക്കെ ചെയ്യും. സ്റ്റേ ചെയ്യും. സ്റ്റേജിൽ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു യാത്രകൾ. ലോക്കൽ ട്രാവൽ ഇന്റർനാഷണൽ ട്രാവൽ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം, ബോംബെ നമുക്ക് വളരെ എന്ത് പണി ചെയ്യുന്നതിനൊക്കെ സ്വാതന്ത്ര്യക്കോളം നമുക്ക് അബ്സോല്യൂട്ട് ഫ്രീഡം ഉള്ളൊരു സ്ഥലമാണ്. കാരണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഒരു പ്രഷറുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പാടില്ല. അവിടെ അടുത്തൊരാളുമായിട്ട് യാതൊരു ബന്ധമില്ല. യു ആർ യുവർ ഓൺ, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാം. യെസ്, അപ്പോൾ ആ ഫ്രീഡം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഉണ്ട് എന്ന് പറയില്ല മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് സോഷ്യൽ പ്രഷർ ഉണ്ട്. ഇപ്പം എനിക്ക് ഇവിടെ എനിക്ക് ആക്ച്വലി ഷോർട്ട്സ് ഇട്ടാൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് യു ഡോണ്ട് അപ്രൂവ് ഇറ്റ്, ഇല്ലേ? ഇപ്പം ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഹോമിൽ താമസിക്കുന്നു. അവിടെ ഞാൻ ഷോർട്ട്സ് ഇട്ടേ നടക്കുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ പോകുന്ന ഷോർട്ട്സ് ഇട്ടിട്ടാണ്. ഷൂ ഒക്കെ പൊതിഞ്ഞ് ഞാൻ എൻ്റെ ബാഗിൽ വെക്കും. ഒരു സാൻഡലിലേക്ക് ഇട്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഷൂ ഒക്കെ എടുത്തിടും. കാരണം അവിടെ തണുപ്പായതുകൊണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പഴയ ആളുകൾ അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്യില്ല. നമുക്ക് വലിയ സ്യൂട്ടൊന്നും ഇട്ട് നടക്കാൻ പറ്റില്ല, ഇറ്റ്സ് ടു ഹോട്ട്, അങ്ങനത്തെ ഉള്ള. അപ്പോൾ അവിടെ അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്ന നോബഡി ബോദേഴ്സ്. അതപ്പോൾ ആ ഫ്രീഡം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഈ ബോംബെ അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തത്, ഫ്രീഡം അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനപ്പോൾ അന്ന് സെക്യുലർ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പൊക്കെ ഉണ്ട് ബോംബെയിൽ. ഈ കുറച്ച് ഉൽപ്പാദിഷ്ണുക്കളിൽ നിന്ന് നമ്മൾ മലയാളത്തിൽ പറയാവുന്ന സെക്യുലറിസ്റ്റ്, ഇപ്പോൾ അസഫർ അലി എൻജിനീയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷിയ മുസ്ലിമാണ്. അപ്പം അന്ന് ഈ ഇസ്ലാമിൽ തന്നെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഷിയ ബോറ കമ്മ്യൂണിറ്റി. അവർ വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ, റിച്ചായിട്ടുള്ള ആളുകൾ, സ്പ്രെഡ് ഓൾ അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ അവർ ജെയിൻസ് കൺവേർട്ട് ചെയ്തവരാണെന്ന് വെക്കണം. അപ്പം അന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ വളരെ അടുപ്പത്തിലായി. ഈ വാസ് മാത്തമാറ്റിക്സുകാരാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ബോംബെ ഗോട്ട് ഐഫാദപ്പം. അപ്പോൾ ഞാനപ്പോൾ ഒരു പബ്ലിക് സ്കൂളിൻ്റെ അഡ്വർടൈസ്മെൻ്റാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായിരിക്കുന്നതൊക്കെ ബോംബെ യൂണിവേഴ്സിറ്റി പ്ലസ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് കോളേജാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു സൗത്ത് ഇന്ത്യന് ആ പബ്ലിക് സ്കൂളിൽ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത്. അപ്പോൾ ഇന്ത്യയുടെ വിവരക്കുറവോ വിവരമോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നെ വിളിക്കുന്നത് ഗോപാലസ്വാമി എന്നാണ്. അതിനൊരു കാരണം, എല്ലാ സൗത്ത് ഇന്ത്യൻസും സ്വാമിമാരാണെന്നാണ് അവിടെയുള്ള. നമ്മളെ പൊതുവെ വിളിക്കുന്ന സ്ഥലം മദിരാശി എന്നാണ്. മദിരാശി. അങ്ങനെ ഇവിടെ ഒരു സൗത്തിൽ വ്യത്യസ്തമായ സ്ഥലമുണ്ടെന്നും അവിടെ ജനത്തിന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിത്തിരി ശണ്ട കൂടുന്ന മനുഷ്യനാണ്. ഇപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്നെ മദിരാശി എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് സമ്മതിക്കില്ല. ഒരു വേറൊരു സ്ഥലമുണ്ട്, അത് കേരളമാണ്. പക്ഷെ കേരളം വന്ന് വളരെ പ്രശസ്തമാണ് അവിടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെഡ് റിഡിൽ ഓഫ് കേരള എന്നും പറഞ്ഞിട്ട്
ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്താ കാര്യം വെച്ചാൽ 57 ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നില്ലേ, അതൊരു ഇൻ്റർനാഷണൽ ഈവൻ്റാണത്. ഈവൻ്റ് മാത്രമല്ല, ഏറ്റവും ഭംഗിയായിട്ട് ഈ ശീതസമരം ഉണ്ടല്ലോ, അത് നടന്നത് നമ്മുടെ കേരളത്തിൻ്റെ അകത്താണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ ഒരു മകൻ ഹിമ്മത്ത് എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻ എന്നുണ്ട്, രജ്മോഹൻ ഗാന്ധി. CA ഉണ്ടല്ലോ, അവർ ഇഷ്ടംപോലെ പണം ഇവിടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ്. അന്ന് കേരളത്തിൽ എനിക്ക് പണി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരം പോലീസ് വെരിഫിക്കേഷൻ വേണം അന്ന്. ഞാൻ സെൻട്രൽ സർവീസിൽ കയറിയപ്പോൾ എനിക്ക് എൻ്റെ തന്നെയാണ് ഈ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നത്. സോ ഐ എം ഹാപ്പി ടു റിസീവ് ഇറ്റ്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്കൂളിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാൻ 64 പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു പ്രത്യേകത ഒന്ന് വളരെ വളരെ ഭംഗിയായിട്ട് അറിയാം. അപ്പം ഞാൻ അവരോട് പറയും, ഇത് നിങ്ങൾ എന്നെ ചുമപ്പനെന്നാണ് പറയണത്, എന്നിട്ട് നിങ്ങളെങ്ങനെ ദ്രവീഡിയനാക്കിയാൽ ശരിയാവില്ല. ഒന്ന്. രണ്ടാമത്, ഞാനൊരു അൺടച്ചബിൾ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. തനിക്ക് ഞാൻ വെറുതെ പറഞ്ഞാണ്, കാരണം അത് ബ്രാഹ്മണൻ എന്നവിടെ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വരുള്ളൂ. ഞാൻ പറയും, നോ പോടാ അവിടെ ഒന്ന്, ഞാനൊരു ദേവജയൻ ഫുൾനെസ് എന്ന് പറയും ഞങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ബോംബെ. ഞങ്ങൾ ഈ പബ്ലിക് സ്കൂളിൽ ഞാൻ അവിടെ സാറായി ചെല്ലണം. ഈ സോഹേർ ദീവാൻ എന്ന് പറഞ്ഞ ഈ ഷിയ ബോറ മുസ്ലിം ആൾസോ ടീച്ചർ. അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾ എടുക്കാനുള്ള കാരണം, അത് ഒരു കോടീശ്വരന്മാരായ പാഴ്സികളുണ്ട്, അവരുടെ ട്രസ്റ്റാണ് ചെയ്യുന്നത്, അത് പെണ്ണുങ്ങളുടെ ആയിരുന്നു. അപ്പോൾ സ്കൂൾ വയബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികളെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ തോന്നി കുറച്ച് മെയിൽ ടീച്ചേഴ്സിന് ഇങ്ങോട്ട് വേണം, അല്ല ഫീമെയിൽ. വളരെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആണ് കേട്ടോ സ്കൂള്. ഹോഴ്സ് റൈഡിങ്ങും ക്രിക്കറ്റും പിന്നെ ബേസ്ബോളൊന്നും ഇവിടെ അന്ന് ഇന്ത്യയിലൊന്നും കളിക്കാനില്ല, അവിടെ ബേസ്ബോളൊക്കെ ഉണ്ട്. വാർഡൻ എന്ന് പറഞ്ഞ ഒരു ലെഫ്റ്റനൻ്റാണ്, ഈസ് ഫ്രം സൗത്ത് ഇന്ത്യ, ഇതാണ് ഈസ് ദ വാർഡൻ. പിന്നെ മിസ്റ്റർ ഇന്ത്യ ഈസ് ദ വൈസ്, അങ്ങനെയൊക്കെയുള്ള വലിയ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ, സോഹിയർ ഇസ് എ സിറ്റി മാൻ, ഞാൻ ഇതുപോലത്തെ സിറ്റി ജീവിക്കുന്നതാണ്. അപ്പോൾ സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഫ്ലാറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം, അത് വളരെ പ്രിമേറ്റീവായൊരു ഫോറസ്റ്റാണ്. അവിടെ ആളുകൾക്ക് കശുവണ്ടിയുടെ ഉപയോഗം അറിഞ്ഞുകൊണ്ട് ഞാനാണത് പഠിപ്പിച്ചു കൊടുത്തത്. ഇഷ്ടംപോലെ കശുവണ്ടിയുണ്ട്, ബട്ട് നോബഡി നോസ്. ഒരുതരം ഇങ്ങനെ താറക്ക് കൊടുത്ത് പ്രിമേറ്റീവായിട്ടുള്ള മനുഷ്യരാണ്, ഫോറസ്റ്റ് ആളുകളാണ്. ഇവർ മാത്രമേ സിവിലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമുള്ളൂ. പിന്നെ ബോംബെയിലേക്കുള്ള കോടീശ്വരന്മാർ സിനിമ സ്റ്റാർക്ക്, എൻ്റെ തൊട്ടടുത്തായിരുന്നു, ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു അശോക് കുമാറിൻ്റെ എസ്റ്റേറ്റ്. ദേ ഡോണ്ട് നെവർ കം അപ്പ്. ഇങ്ങനെ കോടീശ്വരന്മാർ ഹൗസസ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്, ദേ നെവർ കം അപ്പ്. പുള്ളിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ. 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയേർഡായി, കാരണം നമ്മൾ സിറ്റി ഡൊല്ലേഴ്സാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.